ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രാവിലെ തന്നെ ജിമ്മിൽ പോവാണ്. ചേച്ചി അമ്മ ഒന്ന് ജിമ്മിൽ പോയിട്ട് വരാട്ടാ. വിനേട്ടൻ കുട്ടികളാക്കാന്ന് പറഞ്ഞേ. വിനേട്ടൻ പോകുമ്പോഴേക്ക് അയ്യോ, ഞാൻ വെള്ളം കൊണ്ടേ അവർക്ക് ഉണ്ടാവില്ലല്ലോ, അയച്ചു കൊണ്ടുപോവാ. ശിവച്ചി ഇതൊക്കെ വരാട്ടെ. ഞാൻ വിനേട്ടന്ന് ജിമ്മിൽ പോകണില്ലേ അറിഞ്ഞു. നേരില്ല അറിഞ്ഞു പോവാൻ. എങ്ങോട്ട് ആന്നേ എനിക്ക് 2-3 ദിവസത്തെ ഉറക്കണ്ടായിരുന്നു അത്രേ. അപ്പൊ ആ ഉറക്കം അതിലങ്ങ് റെഡിയാക്കി. അമ്മ പോയിട്ട് വരാട്ടാ. ഞാൻ ജിമ്മിൽ പോയിട്ട് ചേച്ചി നീ നേരല്ലല്ലോന്ന്. കുട്ടികളെ വീണിട്ട് റെഡിയാക്കാന്ന് പറഞ്ഞു. പോയിട്ട് വരാട്ടാ. Hey guys. മഴ. അപ്പൊ ജിമ്മിൽ പോയിട്ട് വരാം. ഹേ ഗായ്സ്, അങ്ങനത്തെ 7:25 ആയപ്പോ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. നിർണായക നിമിഷമായിരിക്കും വിൻചാട്ടിന്. കാരണം കണ്ണനെ എണീച്ചിട്ടില്ല. അപ്പൂനെയും ജിമ്പൂനെയും വിടണം. അപ്പൂന് കളർ ഡ്രസ്സാണ്. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജിമ്പുവിന്റെ കാര്യം പിന്നെ ജിമ്പുവിനെ എല്ലാം ചെയ്യും. പിന്നെ അമ്മയ്ക്കും ഷിബച്ചിക്കാണ് നല്ല ടാസ്ക്കാണ്. കാരണം ഇന്നിപ്പോ ബിരിയാണിയാണ് ജിമ്പുവിന് വേണമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പം ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടും കടലയാണ്. വിൻചാട്ടിന് രാവിലെ തന്നെ കൊടുക്കുന്നത്. പിന്നെ വിൻചാട്ടിന് ജിമ്മിൽ പോകുന്നില്ല. അപ്പം വൻ ടാസ്ക്കാണ്. ആക്ച്വലി ഞാനിപ്പോൾ ഈ നേരത്തെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിന്ന് ജിമ്മിൽ സ്കിപ്പ് അടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പൊ താങ്ക്സ് ടു വിൻചാട്ടൻ. പിന്നെ അമ്മ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഷിവജി ഉണ്ടല്ലോ, ഞാൻ പറയാൻ പറ്റില്ല. അപ്പൊ എന്നാ ഞാൻ പോയി ജിമ്മിന് പോയി വരട്ടെ. ഫസ്റ്റ് ടൈം ആണോ ഈ ടൈമില്. കൊള്ളാം ഗായ്സ്, ജിമ്മിൽ ആരും ഇല്ല. ഇത് നമ്മൾ കോച്ചിരുന്ന് വിളിച്ചു നോക്കാം. ആൾ 6 മണിക്ക് എത്തുന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഗായ്സ്, ഞാനും ജിമ്മും മാത്രം. ആരുമില്ല, ആരും വന്നിട്ടില്ല. പക്ഷെ നമ്മളെ ജിഷാൻ കോച്ച് എത്തിയിട്ടുണ്ട്. ആക്ച്വലി എന്റെ കോച്ച് പറഞ്ഞു 6 മണിക്ക് ആള് വരുന്നൊക്കെ പറഞ്ഞത്. ആളുണ്ടാന്ന് പറഞ്ഞു. അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. പക്ഷെ ആള് എത്തിയിട്ടില്ല. പക്ഷെ 5 മിനിറ്റിൽ എത്തും കേട്ടോ. അപ്പൊ ഞാൻ ഡ്രസ്സപ്പ് ചെയ്തിട്ട് വാമപ്പ് ഒക്കെ ചെയ്യട്ടെ. ഓക്കെ. ആക്ച്വലി ഈ സമയം അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് വീട്ടില് വെരി ഹെക്ടിക് ആയിട്ടുള്ള ടൈം അല്ലേ. വെരി ബിസി മോർണിംഗ് ആയിരിക്കും ഈ സമയം. അപ്പൊ നടക്കില്ല. പുറത്ത് നല്ല മഴ. ഓക്കെ, അപ്പൊ ഞാൻ കോച്ച് വരുമ്പോഴേക്ക് വാമപ്പ് ഒക്കെ ചെയ്ത് ഒക്കെ ഒന്ന് റെഡി ആവട്ടെ. തുടങ്ങാം. അങ്ങനെ നമ്മളത് കോച്ച് എത്തിയിട്ടുണ്ട്. ആള് ഞാൻ പറഞ്ഞ പോലെ തന്നെ 6 മണിക്ക് എത്തുന്ന ഞാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ 7:15 ആയപ്പോൾ പോയത്. പക്ഷേ ആളെത്തിയിട്ടുണ്ടായില്ല. പക്ഷെ ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആയപ്പോൾ ഞാൻ വാമപ്പ് ചെയ്ത് ഒരു ഇച്ചിരി നേരം അങ്ങ് ഫോൺ നോക്കി ഇരുന്നപ്പോഴേക്ക് ആളെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡയറ്റും കാര്യങ്ങളും തന്നിട്ടില്ല. പിന്നെ എനിക്ക് വൈറ്റമിൻ ഡി, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യൽ വൈറ്റമിൻ ഡി കുറച്ച് കുറവുണ്ട്. പിന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ട് കേട്ടോ. ഭാഗ്യം വേറെ എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കതിൽ ഭയങ്കര സമാധാനം തോന്നുന്നുണ്ട്. അപ്പോൾ അത് ടാബ്ലറ്റ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡയറ്റ് തന്നിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഡയറ്റൊക്കെ തന്നിട്ട് ഇങ്ങനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം എന്താ പറയുക, ബാക്കാണ്, ഷോൾഡറാണ് എനിക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഒരു 20 മിനിറ്റ്സ് മേലെ നടക്കുക, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. കാരണം വന്നു കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്കും പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കങ്ങനെ കുറേ സമയം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് പാക്കായിട്ടാണ് എല്ലാം ചെയ്ത് അവസാനിപ്പിച്ചത് ഇന്ന്. അപ്പോൾ ഇങ്ങനെ ആൾ മസിൽ പിടിക്കുന്നതൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരൊക്കെയായിരുന്നു. ആൾ ആക്ച്വലി ഭയങ്കര ജിമ്മൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ഓരോ കോമഡിയൊക്കെ പറയും കേട്ടോ. പക്ഷേ എനിക്ക് സത്യത്തിൽ ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, ഈ കൊച്ചിനോട് എങ്ങനെ സംസാരിക്കും എന്നൊക്കെ പേടിയായിരുന്നു. പക്ഷെ സംസാരിച്ച് കഴിഞ്ഞപ്പം ആൾ ഭയങ്കര കൂളാണ്, നൈസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ PT എടുത്തതും ആളിൽ. അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞാനൊരു 7:20 7:30 ആയപ്പം പരിപാടി തുടങ്ങി. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കൊരു 9:40 ആയി കേട്ടോ. 9:40 ആയപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. ഗൈസ്, പിങ്കി പോങ്കി ആണല്ലോ ഞാൻ.
നൈസ് കൊള്ളാം. ആൻഡ് ഇന്ന് അടിപൊളി ഡേ ആയിരുന്നു. ഈ ഡേ തവറ് വിൻചേട്ടനോട് താങ്ക്സ് ടു സോ മച്ച്. കാരണം വിൻചേട്ടൻ്റെ ജിമ്മ് പോയി. കാരണം വിൻചേട്ടനെ ഞാൻ 5 മണിക്ക് വിളിക്കാൻ തുടങ്ങി കേട്ടോ. വിൻചേട്ടനെ എണീച്ചില്ല. ഇവിടെ അർജന്റീനയുടെ കളി കണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വൈകുന്നേരം അത് സെറ്റാക്കാന്ന് പറഞ്ഞു. അത് വൈകിട്ട് പോകും. അപ്പോൾ എനിക്ക് വരാൻ പറ്റി, സമാധാനമായി. ഒരു ദിവസം മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് എവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നടക്കണ കാര്യമില്ല. പക്ഷെ എങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴല്ലേ ഒരു ഇത് അല്ലേ. നൈസ്. താങ്ക്സ് ടു വിൻചേട്ടൻ. ഇങ്ങനെ നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസിങ് ചെയ്യാറുണ്ടോ? ഇത് അത്ര വലിയ സാക്രിഫൈസിങ് ഒന്നല്ല, എങ്കിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റേഴ്സ് സാക്രിഫൈസിങ് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഡു കമന്റ്. ഓക്കെ, എന്റെ കിട്ടാനും ഇങ്ങനെയാണ് എന്ന് പറയാൻ. ഓക്കെ, പറ്റുന്നത് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഞാൻ ബസ്സിൽ കയറട്ടെ കേട്ടോ. നല്ല മഴയാ. അയ്യോ, ഇവിടേക്ക് നോക്കി, നിറയെ വെള്ളം. അയ്യോ അയ്യോ അയ്യോ. ഓക്കെ, ബൈ. കണ്ണനോടെ പുട്ടും കടലൊക്കെ കഴിച്ചിരിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനിന്ന് ജിമ്മിന് അവിടെ എത്തിക്കഴിഞ്ഞ് നല്ല പെരുമഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് പോരുമ്പോഴും ഹെവി മഴയായിരുന്നു കേട്ടോ. ശരിക്കും മഴയാകുമ്പോൾ നമുക്ക് ജിമ്മിന് പോരാൻ തോന്നുന്നില്ലല്ലോ. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല കേട്ടോ. ഞാൻ മഴയാണെങ്കിലും പോവും. ആക്ച്വലി ഇതൊരു ഹീലിംഗ് പോലെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലാണ്. അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നോക്കണം. പിന്നെ നമ്മൾ എത്ര വീട്ടിലിരുന്ന് പണി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വർക്കൗട്ട് തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ മസിൽ ബിൽഡിങ്ങിനും എന്തിനാണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നത് വേണം. വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അതല്ലാതെ ഞാനിപ്പോൾ ഇങ്ങനെ ഫോട്ടോ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളായെന്ന് അറിയാം പിള്ളേരെ റെഡിയാക്കി വിടുന്നു. ഇന്ന് മാത്രമേ ഞാൻ വിടാതിരുന്നുള്ളൂ. പക്ഷേ എനിക്കെന്തോ ഭയങ്കര മിസ്സിങ് കേട്ടോ. ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം പോലെ തോന്നി കേട്ടോ. അങ്ങനത്തെ അമ്മ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ണനെ എണീറ്റു. നമ്മളെ കണ്ണൻ എണീറ്റു. അമ്മ രാവിലെ കണ്ണനെ ഉറക്കിയിട്ട് അമ്മ ഓടിപ്പോയി ജിമ്മിലേക്ക്. അമ്മ തന്നെ അമ്മച്ച് അമ്മ തന്നെ സൂപ്പറായിട്ട് ഇറങ്ങിയോ? പോണോ? ടാറ്റൊന്നുമില്ല, അവൻ വലിയ ഇൻട്രസ്റ്റിലാ. ഈശ്വരാ, ചേച്ചിയെ ഇന്ന് പോയാ നാളെയും പറയോ നോക്കാം. നാളെ ചേച്ചി ഇല്ലല്ലോ, മറ്റന്നാ വരുമ്പോഴേക്കും മറക്കും. മറന്നാ കൊള്ളാം. എവിടേക്കാ പോണ് കണ്ണാ? ടാറ്റ കണ്ണാ, ടാറ്റ. അച്ഛ കുറച്ച് കാശ് കിട്ടായോ? അർജന്റാ. കൊടയൊക്കെ ഉണ്ട്, പൊക്കോ. കൊട നിവർത്തണോട്ടെ ചേച്ചി. അവന് ഭയങ്കര ഇഷ്ടാ കൊട നിവർത്തിയിട്ട്. കൊട ചൂടിപ്പോവാൻ ഭയങ്കര ഇഷ്ടാ. അല്ല, മേലെ തുണികൾ ഇട്ടിട്ടുണ്ടാ? നിങ്ങൾ വരുമ്പോഴേക്ക് പോയി നോക്കിട്ട് വരാം. ഗായ്സ്, കണ്ണനൊക്കെ വലുതായി. കണ്ണൻ മിഠായി വാങ്ങിക്കാൻ പോനായി. അച്ഛാ കുറച്ച് കാശ് തായോ അർജന്റാ. ഗായ്സ്, നമുക്കിവിടെ ബിരിയാണിയാണ്. ഇന്നലെ ഷീബേച്ച് ബിരിയാണി ഉണ്ടാക്കി കൊടുന്നതോട് കൂടെ ഇവിടെ ബിരിയാണിയുടെ ഇൻട്രസ്റ്റ് കയറി. ഇന്നും ഇവിടെ ബിരിയാണിയാണ്. ഇന്നിപ്പോ ജിമ്പന് ബിരിയാണിയൊക്കെയാണ് കൊടുത്തു വിട്ടിരിക്കണത് രാവിലെ. അപ്പൊ അവര് വരുമ്പോഴേക്കും ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരട്ടെ കേട്ടോ മേലെ. ജലദോഷം പോയിട്ടില്ല, പക്ഷെ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഭയങ്കര സീനാവും. റൂമിന്റെ ഒരു അവസ്ഥ കാണിച്ചു തരണം. നൈസാ, നൈസ് നൈസ്. ഇതാണ് കറന്റ്ലി റൂമിന്റെ ഒരു അവസ്ഥ. നൈസ് അല്ലേ? അയ്യോ, ഇവിടെ നോക്കി സ്റ്റാൻഡ് ആകെ മൊത്തലമ്പ. അത്രയുണ്ടല്ലോ. ഇവിടെ ഭയങ്കര കൊതുകായിരുന്നു കേട്ടോ. എനിക്ക് ജിമ്പന്റെയും വിൻചേട്ടന്റെയും അപ്പൂന്റെ അടുത്തുനിന്ന് ഒരു 10 കൊതുകിന്റെ മേലെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചു എന്ത് സംഭവം? ഗൈസ്, ഇന്നലെ ഒരു ജനല് തുറന്നു കിടക്കുമായിരുന്നു. കണ്ണാ,
അമ്മയ്ക്കോ അമ്മയ്ക്ക് ഷീബേച്ചിക്കോ ചേച്ചിക്ക് അതൊക്കെ ഷീബേച്ചിക്ക് തന്നെ കൊടുക്ക് ആർക്കാ ഞാൻ ജിമ്പന് മൈസൂർ പാക്ക് വാങ്ങിയത് തന്നെ ഞാൻ കഴിക്കില്ല ഇന്നാളെ അത് മൈസൂർ പാക്ക് വാങ്ങാൻ പറഞ്ഞിട്ട് എനിക്ക് ആകെ വിഷമായി കോലുമിട്ടായി കണ്ടുപിടിക്കാർക്ക് കോലുമിട്ടായി വേണ്ടു ഈശ്വര എത്ര നാളെ ഞാൻ സ്ട്രഗിൾ ചെയ്യണല്ലേ ചേച്ചി കൊടുക്കാം പിന്നെ ഒരു കഷ്ണൊക്കെ തിന്ന എനിക്ക് വേണ്ട ചേച്ചി വേണ്ട ഞാൻ കഴിക്കില്ല ഞാൻ കഴിക്കില്ല വെള്ളം ആ കണ്ണന് വേണ ആ ഇനി മതി ഇനി മതി ഇനി മതി കോലുമിഠായിക്ക് പെറുക്കി വാ ഞാൻ മേലെ അടിച്ചു വാരി പേപ്പറുകളൊക്കെ എടുത്ത് വെച്ച് മുടി കണ്ണ് പുരികം ചുണ്ട് നാവ് നാവ് ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ലൈറ്റ് അങ്ങനത്തെ ഞാൻ കണ്ണനെ ഉറക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിൻചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വിൻചേട്ടൻ ഇന്ന് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ ഷൂട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ആളിങ്ങോട്ട് വന്നു പിന്നെ ഉച്ചയ്ക്ക് ആൾ ഓഫീസിലേക്ക് തന്നെ പോയിട്ടോ ലഞ്ച് പിന്നെ ഓൾറെഡി ഫുഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ 3 മണിയായപ്പോൾ കണ്ണൻ നല്ല ഉറക്കം അപ്പു വരാൻ കറക്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആക്ച്വലി ഭയങ്കര ഒരു പരിപാടിയാണ് കാരണം കുട്ടികളെല്ലാം വരുമ്പോൾ പോവും വേണം കുഞ്ഞുമക്കളാകുമ്പം ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും അപ്പോൾ അത് ഭയങ്കര സീനാണ് എന്നാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാരണം റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് സുഖം കേട്ടോ ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് ചേച്ചിക്ക് ഇങ്ങനെ കൈ കാണിക്കും ബസ് വരുന്ന സമയത്ത് അപ്പോൾ ആൾ ഇങ്ങോട്ട് വിടും കേട്ടോ ആരെങ്കിലും നമ്മൾ കണ്ടാൽ മാത്രമാണ് ബസ്സിൽ നിന്ന് ഇറക്കി വിടുള്ളൂ കേട്ടോ ഇത് വാ എന്തേ ഗൈസ് എന്റെ മോൾക്ക് എന്താ പറയാണ്ട് കേക്കണേ എനിക്ക് എന്തോ പോലെ തോന്നി രാവിലെ കൊറവൊന്നുമില്ല അമ്മ തിരിച്ചു വരില്ലല്ലോ ദുബായില് പോയി നിൽക്കില്ലല്ലോ ഗൈസ് എങ്ങനെ ചിരിക്കാതിരിക്കും കോമഡിയാണ് ഇവിടെ കോമഡി സത്യത്തിലുണ്ടല്ലോ രാവിലെ ഇവര് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടം കാരണം ഞാൻ എത്ര കാലമായെന്നറിയാം ഇവരെ ഞാൻ തന്നെ റെഡിയാക്കണോ ഇവര് ഞാനൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഓടുന്നു ഞാനൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് റെഡിയായി പോയില്ല എനിക്ക് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം പക്ഷെ ഈ കുഞ്ഞത്തിന് വലിയ സങ്കടമൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞു ഈ ആഫ്രിക്ക ജനതയ്ക്ക് എന്റെ തല നോക്കി ശരിക്കും ഈ ആഫ്രിക്കയിലെ ഭക്ഷണം കിട്ടാത്ത സോറി അങ്ങനെ പറയാൻ പറ്റില്ല ഭക്ഷണം കിട്ടാത്ത കുട്ടികളിൽ അതേപോലെ നോക്കി ശരിക്കും തോന്നുന്നുണ്ട് ഈ അപ്പുനെ കണ്ടു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അല്ലേ ക്ഷീണിച്ചു എന്ന് തോന്നുന്നുള്ളവർ കമന്റ് ഗൈസ് എവിടെ ഗൈസ് ജിംബുവിന്റെ സങ്കടം മാറ്റാൻ വിനിച്ചേട്ടൻ ബോബ വേണോ ബർഗർ വേണോ ചോദിച്ചു അപ്പോൾ ജിംബു പറഞ്ഞു ബോബ പക്ഷെ ബോബ ഒന്നും അവൈലബിൾ ഉണ്ടായില്ല സോ ബർഗർ അച്ഛൻ ബർഗർ ഓർഡർ ചെയ്തു എനിക്ക് ഞാൻ കുറെ നാളായി ബർഗർ കഴിച്ചിട്ട് കുറെ നാളായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വർഷങ്ങളായി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ജിംബു അങ്ങനെയൊക്കെ പോണ സമയത്ത് ഒരു ബർഗറിന് തന്നെ ആക്ച്വലി കോസ്റ്റ്ലി അല്ലേ അപ്പൊ ഞങ്ങൾ തന്നെ വാങ്ങിക്കാറില്ല അപ്പോൾ
കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. അപ്പം ഇന്നിപ്പോൾ 3 ബർഗർ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തരും. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, എപ്പോഴെത്തന്തോ. ഞങ്ങൾ അമ്മ ഇതുവരെ വന്നിട്ടില്ല. കണ്ണൻ സ്റ്റിൽ ഉറക്കണത് ഇവിടെ. അല്ല ഓക്കെ. ഹായ്, നല്ല ലൈറ്റിങ് കേട്ടോ. എന്നെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലോ. ഗൈസ്, ഞങ്ങൾ അച്ഛമ്മ വന്നു. ഞങ്ങൾ പുറത്ത് പോവാണ്. അല്ല കണ്ണ, കണ്ണ് പുറത്ത് പോണോ? എന്ത്? അത് അമ്മ പെയിന്റ് ചെയ്തു കേട്ടോ. അടയ്ക്കട്ടെ? അടയ്ക്കട്ടെ? ഓക്കെ, അടയ്ക്കണേ. അടയ്ക്കട്ടെ? അയ്യോ, അതാ കണ്ണട പോയി. അയ്യോ, കണ്ണനൊന്നും കിട്ടിയില്ലേ? ബാക്കിക്ക് വീഴും, ബാക്കിക്ക് വീഴും. അപ്പൊ എണീച്ചിട്ടില്ല. ചൂടുണ്ടോ നോക്കട്ടോ. അവൾക്കുള്ള കുറച്ചായിട്ട് കൊടുക്കാം. ജിംബോ, കുറച്ചായിട്ട് കൊടുക്കാം. അതെ, മഴയുണ്ട്, കൊട വേണമെന്ന്. പാമ്പുണ്ട്, അങ്ങോട്ട് പോന്ന രണ്ടാളും. ആകെ പഠിക്കാൻ സമയമുണ്ട്. അമ്മ അവിടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് കണ്ട വരൂട്ടാ. വീഡിയോ എടുക്കല് മാത്രമേ ഉള്ളൂ, പഠിക്കണമെന്ന് കാണാനില്ലല്ലോ ഉണ്ടക്കണ്ണി. മെഡിസിൻ, എക്സസൈസ്. തലമുട്ടല്ല കേട്ടാ കാണണ്ടേ. അമ്മ കുളിച്ചിട്ട് കേട്ടാ അപ്പേക്ക് പഠിക്കോ? ഗുഡ് ഗേൾ. അപ്പൊ ബുക്ക് കൊണ്ടുവരൂ. TP ആണേ. TP ശരിക്കുള്ള MSTP, ക്ഷേമസ് ബുക്ക്. ഇറ്റ്സ് ടൈം ഫോർ TP. പേജ് മറിച്ചോളൂ. ചുവാസുഗി ജിംബു പാറു. ഓക്കെ, ഡ്രിങ്ക്. ഡ്രിങ്ക് ഒന്നല്ല. അങ്ങോട്ട് നോക്കിയേ ജിംബ. നീ ഇറങ്ങിയ കണ്ണ നോക്കി. എന്തൊക്കെ ചെയ്യാ?
ആ ഓക്കെ ടാൻഡ്രംസ്. ആ കുഞ്ഞിക്കണ്ണനെ മാറ്റി വെച്ച അവിടുന്ന്. ഒക്കെ കഴിഞ്ഞിട്ടാ അപ്പൂന് അച്ചടം വേണുണ്ട് ജിംബ. അപ്പൂനില്ല അച്ചടം വേണം. മണത്ത് നോക്കി അച്ചടം വേണം പോലെ. കഞ്ഞി കുടിക്കാനാ? കഞ്ഞി കുടിച്ചാണോ? എന്തിനാണ് എന്നെ അടിച്ചേ? എന്നെ അടിച്ചേ? അയ്യോ അതിനൊന്നും ചെയ്യില്ലേ. കഞ്ഞി കുടിച്ച നീ? കഞ്ഞൊക്കെ എന്റെ മേലെ കൂടെ തേച്ച്. പോയി കഞ്ഞി കുടിക്കേ. അത് അച്ഛമ്മ വിളിക്കണു കഞ്ഞി കുടിക്കേ. ഇതൊക്കെ ജിംബ ഒരു അസൂയച്ചക്കൻ കിടക്കണ കൂടെ. ആ അപ്പൊ എന്നാ ടൈം ടേബിൾ എടുത്ത് വെച്ചോ ഗായ്സ്. അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ കഴിയുകയാണ്. വിൻചേട്ടൻ എപ്പോഴാണ് വരുന്നത് ഞങ്ങൾക്ക് അറിയില്ല. നാളെ ഞങ്ങൾക്ക് ഷീബേച്ചി ഇല്ല. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഡ്രസ് വലിച്ചു കഴിഞ്ഞാല്. ആ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്. അയ്യോ